കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 34ാമത് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 34ാമത് യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് അംഗത്വ വിതരണവും ചെർലായി കൊങ്കണി ഭാഷ പ്രചാര സഭ ഹാളിൽ നടന്നു. യോഗത്തിന്റെ ഉദ്ഘാടനം സംഘടനയുടെ ജില്ലാ രക്ഷാധികാരി V. മുരളീധരൻ മാസ്റ്റർ നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PK മണിയകലൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ജോസഫ് കട്ടിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ആനി, എലിസബത്ത് മാജറി, ആമിന മക്കാർ, സെക്രട്ടറി PR രംഗദാസ്, ശ്രീകുമാർ കമ്മത്ത്, AS ബോബൻ, ഹാഷിം ഖാൻ, സുധീഷ് ഷേണായി എന്നിവർ സംസാരിച്ചു. ഇത്തരത്തിൽ കൺവെൻഷൻ നടക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച പ്രമേയങ്ങളെക്കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം, അത് വിജയിപ്പിക്കുവാൻ നാം സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുവാൻ തീരുമാനമെടുക്കുവാനുമാണ് സംസ്ഥാനമൊട്ടാകെ യൂണിയൻ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് യൂണിറ്റ് കൺവെൻഷനുകൾ. എനിക്കേറെ സന്തോഷമുണ്ട്. 80-ലേറെ അംഗങ്ങൾ ഈ മഴക്കാലത്ത് ഇവിടെ എത്തിച്ചേർന്നതിൽ നിങ്ങളെയും ഇതിൻ്റെ സംഘാടകരെയും അഭിനന്ദിക്കുവാൻ 100 പേരുണ്ട്. ഏറ്റവും സന്തോഷം. ഇതിൻ്റെ സംഘാടകരെയും അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. മനോഹരമായിട്ട് ഇത്രയധികം അംഗങ്ങളെ ഇവിടെ ചേർക്കാൻ ഈ യൂണിറ്റിന്റെ ഭാരവാഹികൾക്ക് കഴിഞ്ഞു. അതിന് ഈ യൂണിറ്റിന്റെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊള്ളും. കാരണം അത്രയേറെ അംഗങ്ങളാണ് ഇവിടെ വന്നിട്ടുണ്ട്. വരാത്തവർ ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു. 16 പേരോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. 20 പേര് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ 3-4 പേർക്ക് എത്തിച്ചേരാൻ കൊണ്ടോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും നല്ല ഒരു ദിവസമാണ്. യൂണിറ്റിന്റെ സ്ട്രെങ്ത് ഒന്നുകൂടി കൂടുന്ന ഒരു ദിവസം, ഒന്നുകൂടി വലുതാകുന്ന ഒരു ദിവസം. പലരും മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഈ മരിച്ചു പോയവരൊക്കെ നമ്മൾ അവരുടെ ഫാമിലി യൂണിറ്റ് ഫാമിലി പെൻഷൻ പോലും ഇല്ലാത്തവരാണല്ലോ. അപ്പൊ ഈ ഫാമിലി പെൻഷൻ, അതായത് പങ്കാളികളോ അവകാശികളോ ഇല്ലാത്തവരുണ്ട്. അവകാശികൾ എന്ന് പറയുമ്പോൾ ഒരു പെൻഷൻ മരിച്ചാൽ ആ പെൻഷന്റെ പങ്കാളിക്കാണ് ആദ്യത്തെ അവകാശം. അത് കഴിഞ്ഞാൽ അവരില്ലാത്ത പക്ഷം ഭിന്നശേഷിക്കാരായ മക്കളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അവസാനം വരെ അവർക്കും പെൻഷൻ കിട്ടും, ആരെങ്കിലും. അതുപോലെ തന്നെ പെൺമക്കൾ അവിവാഹിതരാണെങ്കിൽ അവർക്കും പെൻഷൻ കിട്ടും. 25 വയസ്സ് പൂർത്തിയാകാത്ത ആൺമക്കൾക്കും പെൻഷൻ കിട്ടും. ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്. കാരണം കടലിൽ നീന്താൻ പോകും എന്നും ഈ മറ്റേ ശക്തി കളിക്കാൻ പോകും, അങ്ങനെ സ്വന്തം ആരോഗ്യത്തെ അതാണ് രഹസ്യം. ഇതൊന്നുമില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് മാനസികവും ശാരീരികവുമായ ആരോഗ്യം വളരെ പ്രധാനമാണെന്ന് സംബന്ധിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് മാനസികമായ ആരോഗ്യം. നിങ്ങളൊക്കെ ഈ മീറ്റിങ്ങിന് വരുമ്പോൾ നമ്മുടെ യൂണിറ്റ് മീറ്റിംഗ് കൊല്ലത്തിൽ ഒരിക്കലാണെന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിലെ ഈ മീറ്റിംഗ്
ഏറ്റവും പ്രധാന മീറ്റിംഗാണ്. നമ്മുടെ സംഘടനയുടെ അടിത്തറയാണ് ഈ മീറ്റിംഗ്. അടിത്തറ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് കമ്മിറ്റിയാണ്. യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കായി, ബ്ലോക്ക് കഴിഞ്ഞാൽ ജില്ലയായി, ജില്ല കഴിഞ്ഞാൽ സ്റ്റേറ്റായി. 4 തട്ടുകളാണ്. ഈ 3 തട്ടുകളെയും താങ്ങി നിർത്തുന്നത് യൂണിറ്റാണ്. ശരിക്കുള്ള സംഘടനാ പ്രവർത്തനം നടക്കുന്നത് യൂണിറ്റിലാണ്. വീട്ടിൽ പോയി ആളുകളെ ചേർക്കലും ഒക്കെ. ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് നവാഗതരായിട്ടുള്ള ആളുകളാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.